എനിക്ക് ശരിക്കൊരു വില്ലൻ കഥാപാത്രമായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അത് ഏറ്റവും അതായത് ഒരു വൃത്തികെട്ട ഒരു മനുഷ്യൻ എന്നൊക്കെ തോന്നിയത് സ്റ്റോപ്പ് വയലൻസ് എന്ന പടം ഉണ്ടായിരുന്നു. സ്റ്റോപ്പ് വയലൻസ്. അതിനകത്തൊരു ഒരു പോലീസുകാരുണ്ടായിരുന്നു, ഒരു വൃത്തികെട്ടവൻ, ഒരു ആൻറ്റി ഗുണ്ട സ്ക്വാഡിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്, പേര് ഞാൻ പറഞ്ഞു. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വില്ലൻ കഥാപാത്രം. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അഭിനയിക്കാൻ പോലും അയാളോട് വെറുപ്പ് തോന്നുന്നത്, എനിക്ക് പോലും ചെയ്യുന്ന ആളിന് പോലും അത്രയും വൃത്തിയുടെ ക്യാരക്ടറാണ്. മറ്റ് പല ക്യാരക്ടേഴ്സും ഇപ്പോൾ ചേറാടിക്കറിയ വില്ലനാണെന്ന് പലരും പറയുന്നുണ്ട്. അതൊരു വില്ലൻ ക്യാരക്ടറല്ല. അയാളുടെ ഒരു സത്യസന്ധതയുണ്ട് ജീവിതത്തോട്. ഇപ്പം നായകൻ ചെയ്യുന്ന കാര്യം, ഇപ്പം നായകനൊരു പെണ്ണിനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അവൾ കയറി പിടിക്കുന്നു, നായകൻ ചെയ്യുന്ന അപ്പോൾ തന്നെ ആടാന്നൊക്കെ ആദ്യം ചോദിക്കും, കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടമാകും. വില്ലൻ പിടിച്ചാൽ അത് കുഴപ്പമാകും. രണ്ടുപേരും പിടിക്കുന്ന ഒന്ന് തന്നെ, കാര്യം ഒന്നാണ്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അഭിനയിക്കുമ്പം അത് വില്ലൻ സ്വഭാവങ്ങൾ കാണിക്കുന്നതല്ല. അപ്പം ചേറാടിക്കറിയാന്ന് പറഞ്ഞാൽ ആ കഥാപാത്രം എത്ര മാനുഷികമായിട്ടുള്ള ഒരു ഗുണങ്ങളുണ്ട് അയാളിന്. അതുകൊണ്ടാണ് ആൾക്കാർ ഇഷ്ടപ്പെട്ടത്. അയാളുടെ കണ്ണിനകത്ത് കൈയിട്ട് കുത്തിയിട്ട് അയാളുടെ സ്പിങ്ക്ടർ മസിൽ ലൂസായി പോയി മൂത്രം ഒഴിച്ചു പോകും, എന്നാലും അയാൾ പറയില്ല. പറയരുതെന്ന് അയാൾ പറയില്ല. അത്ര സ്റ്റേണായിട്ടുള്ള മനുഷ്യനാണ്. അതൊരു വില്ലൻ എന്ന് പറഞ്ഞൊരു വില്ലൻ എന്നൊക്കെ നമ്മളിവിടെ പറയുന്നത് തന്നെ ഒരു മോശപ്പെട്ട കാര്യമായിട്ടാണ്. വില്ലൻ കഥാപാത്രം വലിയ ബുദ്ധിമുട്ടാണ് അഭിനയിക്കുക. അത് ക്യാരക്ടറുകളാണ്. ഇപ്പോൾ അതുപോലെ ഞാൻ വെന്നീസിലെ വ്യാപാരി, എനിക്കതിനകത്ത് ഇപ്പം മനോരമ അവാർഡ് ഉണ്ടായിരുന്നു, ഏറ്റവും നല്ല വില്ലൻ എന്നുള്ള അവാർഡ് തന്നു. അല്ലാതെ വില്ലൻ എനിക്കിങ്ങോട്ട് ഞാനങ്ങനെ സങ്കല്പിക്കുന്നില്ല ഒരു കഥാപാത്രത്തെ. ഞാനങ്ങനെ ഒരു കഥാപാത്രം വില്ലനാണ് അല്ല. ആ സന്ദർഭത്തിൽ ആ കഥാപാത്രം എങ്ങനെ പെരുമാറുന്നു അതനുസരിച്ച് പെരുമാറും. അല്ലാതെ പണ്ട് കാലത്ത് എം എൻ നമ്പ്യാരൊക്കെ അഭിനയിച്ച് കണ്ണൊക്കെ ഉരുട്ടി മീശ വിരിച്ച് കണ്ണൊക്കെ ചുവപ്പിച്ച് അങ്ങനത്തെ ഒരു അഭിനയ രീതിയല്ലല്ലോ. ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ. ഇപ്പം നമ്മൾ ക്യാരക്ടേഴ്സാണത്. ആ ക്യാരക്ടേഴ്സ് ചെന്നുപെടുന്ന അവസ്ഥ അത് നമ്മളെങ്ങനെ കൺസീവ് ചെയ്യുന്നതാണ്. ഇപ്പം ഇപ്പം ബെന്നിസിലെ വ്യാപാരിൽ പ്രായമുള്ള, അപ്പോൾ എനിക്ക് അതിനകത്ത് സംഭവിച്ചാൽ ഞാൻ ഒറ്റമുണ്ടും ഒരു തോർത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഈ അത്യാവശ്യം മസിലൊക്കെ ഉണ്ട് ശരീരത്തിൽ കൂടെ, അതൊന്നും അറിയരുത് പ്രായം. അപ്പോൾ ഞാൻ ആ മാത്രം എൻ്റെ ശരീരം മൊത്തത്തിൽ ആ പ്രായം തോന്നണം. അപ്പോൾ ഈ മസിൽസൊക്കെ ലൂസാവണം. അപ്പോൾ ഞാൻ പിന്നീട് നടക്കുന്നതും ഭാവിക്കുന്നതൊക്കെ അങ്ങനെ തന്നെ വേണം. ഒരു ഷോട്ടിന് മുമ്പ് തന്നെ ഞാൻ വിചാരിച്ചാൽ എൻ്റെ മസിൽസൊക്കെ ലൂസാവുകയുള്ളൂ. അങ്ങനെ തന്നെ നമ്മുടെ ശരീരത്തിനെ തന്നെ അങ്ങനെ പാകപ്പെടുത്തണം. അത് ഒരു ക്യാരക്ടറാണത്. ദോഷേ ഇതൊന്ന് ഉടുപ്പിച്ചേ, ഈ മുണ്ടൊന്ന് ഉടുപ്പിക്കാന്. നിന്റെ ചേട്ടായി കമ്മിളി കണ്ട പാപ്പി ഇപ്പൊ എവിടെ ഉണ്ടാവൻ? കിടന്ന കിടപ്പ് തന്നെ കുടുംബത്ത്. അങ്ങ് ഷിമോഗയിൽ വെച്ചാ വനത്തിൽ കൂടെ നടക്കുമ്പോ നിന്റെ ചേട്ടായി പാപ്പി ഒരു 4-5 അടി മുന്നില്, അപ്പിച്ചായി പുറകില്. അങ്ങനെയാ പാറയുടെ മണ്ടക്കോട്ട് അവൻ എന്നെ കയ്യെ പിടിച്ച് വലിച്ചു കയറ്റുമ്പോ കാലൊന്ന് തെന്നി, കയ്യിലിരുന്ന ഏട്ടക്കോഴലിന്റെ കാഞ്ചല് ഇവരിലൊന്ന് പാടി നിറയായിരുന്നു. അതെ, ഈ വലുപ്പത്തിലുള്ള പീസാണ് തെറിച്ചത് പാപ്പിയുടെ നടുവേന്ന്. കോമഡി റോളുകൾ എന്ന് പറഞ്ഞാൽ ശിപ്പായി ലഹള എന്ന സിനിമയിൽ ഒരു വലിയ റോളാണ്, ഒരു MD ആയിട്ട്. അത് ഈ ഒരു ഹ്യൂമറാണ്. പക്ഷേ ഞാനത് വളരെ സീരിയസ് ആണ്. ഞാനെപ്പോഴും ചെയ്യുന്ന ഒരു ക്യാരക്ടറാകാൻ ശ്രമിക്കുക. MD എന്ന് വെച്ചാൽ അയാൾ അങ്ങനെ ഒരാളാണ്. ആൾ പാവമാണ്, പക്ഷേ സ്ത്രീകൾ പുള്ളിക്ക് സ്വല്പം വീക്ക്നെസ് ഉണ്ട്. അതാണ് പുള്ളി കുഴപ്പം. മേലെപ്പറമ്പിലാണ് വീടിനകത്ത് ഒരു അപ്പാവി എഴുത്തന പുള്ളി കല്യാണം കഴിക്കാൻ വലിയ ആഗ്രഹം, പക്ഷേ അച്ഛൻ സമ്മതിക്കില്ല. വീട്ടു പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. ഞാൻ അങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത്. അല്ലാതെ അതൊരു കോമഡി റോളാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു റോളിനെ സമീപിക്കാറില്ല. കോമഡിക്ക് വേണ്ടി കോമഡി കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്. കോമഡിയെപ്പറ്റി പറയുന്നത്, കോമഡി എന്ന് പറയുന്നത് നവോഢയായ ഒരു പെണ്ണിനെ പോലെയാണെന്നാണ്. അവളെ നമ്മൾ ബലാത്കാരമായിട്ട് പിടിച്ചു നിർത്താൻ ശ്രമിച്ചാൽ അവൾ ഓടി അകന്നുകൊണ്ടിരിക്കും. ഒരിക്കലും അവളെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. നമ്മൾ കോമഡി ഞാൻ കാണിച്ചോളെന്ന് കാണിച്ചാൽ ഗോഷ്ടിയായി പോകും. കോമഡി വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. ആ ക്യാരക്ടറായിട്ട് കൺസീവ് ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു നിലപാട്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഞാനോട് തല്ലാൻ ഇതിൽ ആത്മഹത്യ ചെയ്തതാ. അച്ഛൻ മാറി നിൽക്ക്, ഇവരുടെ കാര്യം ഞാൻ ഏറ്റു.
അതുങ്ങളെ തല്ലിയ ചത്തുപോന്ന് പറയടാ. ചത്താക്കാരി അവര് നോക്കിക്കൊള്ളു. അമ്മയിൽ ഇടപെടണ്ട. പഠിക്കണം പറ. ഹരീഷ്ണം വന്നു അമ്മ, ഹരീഷ്ണം വന്നു. മോനെ, എന്തായിരുന്നു ഇവിടെ ബഹളം? ഞാനാകെ പേടിച്ചുപോയി. കള്ളത്തരം കാണിക്കുന്നവരോട് ഒരിക്കൽ ക്ഷമിച്ചാൽ അവൻ 10 തവണ വീണ്ടും കക്കും. ഇത്തവണ യുവമാര് കെട്ട തേങ്ങയല്ല, നല്ല അസല തെങ്ങും തയ്യ. ആ, ഒരൊറ്റ കള്ളനോടും ഒരു കാലത്തും ഈ വീട്ടിലുള്ള ഒരാളും ക്ഷമിക്കുകയല്ല. ഇപ്പൊ നല്ലവണ്ണം പഠിച്ചല്ലോ. ഓടാ. ഞാൻ ജനിച്ചപ്പം മുതൽ കുട്ടനാണ്. അതെനിക്ക് തോന്നുന്നു ചിറ്റയാണ് എന്നെ ആദ്യം കുട്ടനെ വിളിച്ചതെന്ന് തോന്നുന്നു. എന്നെ മലയാളിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ വൈക്കത്ത് ചിറ്റയുടെ അമ്മയൊക്കെ വൈക്കത്താണ്. അപ്പോൾ അവിടെ വെച്ച് ചിറ്റയാണ് എന്നെ ആദ്യമായിട്ട് കുട്ടാന്ന് വിളിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ വീട്ടിലുള്ളവരൊക്കെ കുട്ടനായി. പിന്നെ നാട്ടുകാരൊക്കെ എന്നെ കുട്ടനെന്ന് വിളിക്കുന്നു. സിനിമയിൽ വന്നപ്പോൾ എല്ലാവരും കുട്ടാന്ന് വിളിക്കുന്നു, കുട്ടേറ്റ്. അപ്പോൾ പിന്നെ നാട്ടുകാരും വിളിക്കാൻ തുടങ്ങി. ഇപ്പോൾ ലൊക്കേഷനിലൊക്കെ എല്ലാവരും ഈ ഡയറക്ടറും ഒക്കെ കുട്ടേട്ടാന്ന് വിളിക്കുമ്പോൾ ഇത് കേട്ടിട്ട് നാട്ടുകാരും ഇപ്പം അങ്ങനെ വിളിക്കുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് വിജയരാഘവൻ എന്നുള്ള പേര് വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ അങ്ങനെ അറിയപ്പെടുന്നുള്ളൂ. കുട്ടൻ ഭയങ്കര, എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ട് അതിനോട്. ഏതൊരു പ്രൊഫഷനിലാണെങ്കിലും ശരി, ഇപ്പോൾ നമ്മൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരു പത്രസ്ഥാപനത്തിലാണെങ്കിൽ ശരി, മിടുക്കന്മാരെ വലിയ വലിയ പത്രങ്ങളിലേക്ക് പിടിച്ചുകൊണ്ട് പോകും. കഴിവ് കൂടിയവരെ ഏറ്റവും പ്രധാന അവർക്കാണ് വില ഉണ്ടാകുന്നത്. അത് സ്വാഭാവികമായിട്ട് ജീവിതത്തിലുള്ള കാര്യമാണ്. അത് അപ്പം ബന്ധങ്ങൾ അതിനകത്തൊന്നും വലിയ പ്രസക്തിയില്ല. പറഞ്ഞില്ലേ, ഓരോരുത്തർക്ക്. പിന്നെ കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയുണ്ട്, ഞാനെന്ന കുന്നിന്മേൽ ആര് കയറും, ഞാനെന്ന കുന്നിന്മേൽ ആരും കയറും, ഞാനെന്ന കുഴിയെങ്കിൽ ആരിറങ്ങും, ഞാനെന്ന കുഴിയെങ്കിൽ ഞാനിറങ്ങും. അതിപ്പോൾ ജീവിതത്തിൽ എല്ലായിടത്തും അങ്ങനെയാണ്. നമ്മൾ ഇതാണെങ്കിൽ നമ്മളെ ഒപ്പം ആൾക്കാരുണ്ടാവും. നമ്മൾ മോശമാണെങ്കിൽ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. ലോകത്ത് എപ്പോഴും അങ്ങനെ, എല്ലായിടത്തും അങ്ങനെയെന്ന് തോന്നുന്നു. സിനിമയിൽ മാത്രമല്ല. ഇപ്പോഴും ഞാനും മമ്മൂട്ടിയൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എനിക്കൊന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ലാലിനേക്കാളും കൂടുതൽ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനും എല്ലാ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ അത്യാവശ്യം ഞങ്ങൾ സംസാരിക്കാറുണ്ട്. സിനിമ അല്ലാത്ത കാര്യങ്ങളെപ്പറ്റി, സിനിമ അഭിനയിക്കുമ്പോൾ സിനിമ അല്ലാത്ത മറ്റു കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കുന്ന കൂടെ അങ്ങനെയുള്ള ഒരാളാണ് മമ്മൂട്ടി. അതുപോലെ ഇന്നസെൻ്റ് ചേട്ടൻ, എല്ലാവരും അതെ. എല്ലാവരും എന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് കരുതുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്നെ ആരും ഇതുവരെ മാറ്റി നിർത്തിയിട്ടില്ല. ചിലപ്പോൾ സിനിമയെന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടായെന്നൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്കുണ്ടായിട്ടില്ല. എന്നോട് വളരെ സ്നേഹമായിട്ട് എല്ലാം പെരുമാറും. ഞാനും അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അതിനകത്തൊരു ചിലർ പറയും സിനിമയിൽ അങ്ങനെ സ്നേഹമില്ല, ബന്ധമില്ല. സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ ഇപ്പം ഞാൻ എല്ലാ ദിവസവും മമ്മൂട്ടി വിളിക്കാൻ പറ്റുമോ? മമ്മൂട്ടിക്ക് എന്നോട് സംസാരിക്കുന്ന സമയമുണ്ടോ? അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ വേറെ തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹം ഇല്ലായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കും. കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ജോർജ് ഇങ്ങനെ ഞാൻ വിളിച്ചു കേട്ടോ എന്ന് പറയണത്, അടുത്ത നിമിഷം പുള്ളി എന്നെ തിരിച്ച് വിളിക്കും, എന്താ കാര്യം ചോദിക്കും. അതല്ലാതെ എനിക്ക് തോന്നുന്നില്ല. സിനിമയിൽ എല്ലാവരും മിക്കവരും അങ്ങനെ ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ അവസരങ്ങൾ കുറയുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ തഴയപ്പെടുന്നു, നമ്മളെ ആരും വിളിക്കുന്നില്ല എന്നുള്ളത്. അത് സ്വാഭാവികമല്ലേ. ഇപ്പോൾ ഇന്ന് തന്നെ സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും, നാളെ ആവശ്യം എന്നെ വിളിക്കില്ല. ഇതെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കൊരു വിഷമവും ഉണ്ടാവില്ല, ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ എനിക്ക് ചാൻസുകൾ കുറഞ്ഞാൽ നമുക്ക് ഒന്നും ചാൻസ് കുറഞ്ഞല്ലോ എന്നൊക്കെ തോന്നാം. പക്ഷെ അത് ഒരു കാലത്തിലുണ്ട്. എനിക്ക് നരയുണ്ടാവരുതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എൻ്റെ മുഖത്ത് ചുളിവ് വരരുതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് സംഭവിക്കുമല്ലോ. ഞാൻ നാളെ മരിക്കരുതെന്ന് പറഞ്ഞാൽ എന്തോ അതിലല്ലേ ഉള്ളൂ. അതൊരു വലിയ കാര്യമില്ല. രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഏറ്റവും അനുയോജ്യനായ ഒരാൾ ഞങ്ങളുടെ സിനിമയിൽ ലോകത്തുള്ളത് ആരാന്നുണ്ട്. പണ്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്നസെൻ്റ് ചേട്ടനാണെന്ന് പറഞ്ഞു. വളരെ ഈ പറഞ്ഞ പോലെ എല്ലാ ഗുണങ്ങളും ഒത്തിരി ആളാണ് അദ്ദേഹം. ഈ പറഞ്ഞ ഒരു പൊളിറ്റീഷ്യൻ്റെ എല്ലാ കഴിവുകളും അദ്ദേഹത്തിനുണ്ട്. അത് ഇപ്പം അന്വർത്ഥമായിരിക്കുകയാണ്. അദ്ദേഹം MP ആയിരിക്കുകയാണ്. അതൊരു മഹാഭാഗ്യമാണ്. ഞാൻ സത്യം പറഞ്ഞ അദ്ദേഹം ഇലക്ഷൻ നിന്നപ്പോൾ എനിക്ക് വിഷമമുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരാളാണ് ഇന്നസെൻ്റ് ചേട്ടൻ. എൻ്റെ സ്വന്തം ബ്രദറിനെ പോലെ ഞാൻ കരുതുന്നത് ആത്മാർത്ഥമായിട്ടും. അപ്പോൾ ഞാൻ ഇന്നസെൻ്റ് ഒന്നാം അസുഖത്തൊക്കെ കഴിഞ്ഞിരിക്കട്ടെ, എനിക്ക് പേടിയാണ്. എത്രയും 6-7 നിയോജക മണ്ഡലങ്ങളിൽ ഒരു MLA ആണെങ്കിൽ പോലും എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും ജനങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യണ്ടേ. പിന്നെ പ്രസംഗങ്ങൾ, കോർണർ മീറ്റിങ്ങുകൾ, ദിവസം 10, 70, 80 മീറ്റിങ്ങുകളൊക്കെയാണ്. അങ്ങനെ ആരോഗ്യം എങ്ങനെയായി അതെനിക്ക് വലിയ പേടിയുണ്ടായിരുന്നു. എന്തായാലും ഭാഗ്യത്തിനൊന്നും പുള്ളിക്ക് അത് നല്ല ഭയങ്കര മനസ്സാണ് ആ മനുഷ്യൻ്റെ. ഞാൻ കണ്ടില്ല എൻ്റെ അച്ഛൻ്റെ ജീവിതം, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, എന്നെ ഒരുപാട് സ്വാധീനിച്ചു. അതുപോലെ ഇന്നസെൻ്റ് ചേട്ടൻ
ഇതൊരു അങ്ങയുടെ ജീവിതാനുഭവങ്ങൾ അങ്ങേരെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് അങ്ങേർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഇലക്ഷൻ നിൽക്കാമെന്നും അങ്ങനെ കൊണ്ട് സാധിക്കും എന്ന് അങ്ങേർക്ക് തോന്നും ഈ ജീവിതാനുഭവം ഉള്ളതുകൊണ്ടാണ്. 33 വർഷം സിനിമ അഭിനയിച്ചു, അതിനേക്കാളും വലിയ അംഗീകാരം എന്താ വേണ്ടത്? പിന്നെ ഈ പറഞ്ഞ പോലെ അംഗീകാരത്തിനുള്ള ഇതൊക്കെ ഈ ഭാഗ്യങ്ങളിൽ പെട്ടതാണ്. അഥവാ ഒരു അംഗീകാരം കിട്ടുകയാണെങ്കിൽ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. അല്ലാതെ എൻ്റെ മിടുക്കായിട്ട് ഈ പറഞ്ഞ പോലെ മുൻപ് പറഞ്ഞ പോലെ എല്ലാവരും അഭിനയിച്ചിട്ട് അതിനകത്ത് ഞാൻ മാത്രം ഭയങ്കരമായൊരു അഭിനയം കാഴ്ചവെച്ചു എനിക്ക് അവാർഡ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. അങ്ങനെ അഥവാ എനിക്ക് കിട്ടിയാൽ എൻ്റെ ഭാഗ്യം. അന്നത്തെ നറുക്ക് എനിക്ക് വീണു, അതേ വിശ്വസിക്കുന്നുള്ളൂ. ഇന്ന് ഇത് കിട്ടിയിട്ടില്ല, നറുക്ക് വീണിട്ടില്ല. എന്നും നറുക്ക് വീണാലും അല്ലാതെ ഞാൻ എന്താണ് അതൊക്കെ തന്നെയാണ്. അല്ലാതെ ഇപ്പം എനിക്ക് കൊള്ളാവുന്ന നടനാണെങ്കിൽ അതുപോലെ തന്നെയുള്ള അന്നേരം പ്രത്യേകിച്ച് അവാർഡ് കിട്ടിയ ആ അവാർഡിനോട് കൂടി ഞാൻ വലിയ നടനായെന്ന് വിശ്വസിക്കുന്നില്ല. മോശമില്ലാത്തൊരു നടനാണ്, അതുകൊണ്ടാണല്ലോ ഇത്തരം നാൾ നിന്നത്. അത് ഞാൻ വിശ്വാസം, എനിക്ക് എന്നെപ്പറ്റി ഭയങ്കര വിശ്വാസമുണ്ട്. കാബാലിയിലാണ് ഞാൻ ആദ്യമായിട്ട് കാബാലി നാടകം സിനിമയായി. അപ്പോൾ അതിനകത്താണ് ഞാൻ അഭിനയിക്കുന്നത്. ഞാനന്ന് അച്ഛൻ്റെ കൂടെ വെറുതെ പോയതാണ്. ഞങ്ങൾ ഡ്രൈവറില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ വേറെ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഒരു ദിവസം എൻ്റെ മണിച്ചേട്ടൻ ക്രോസ്ബെൽറ്റ് മണിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ കുട്ടൻ അഭിനയിക്കണം ഈ റോൾ, ഒരു ഹിപ്പിയുടെ റോളാണ്. സത്യം പറഞ്ഞാൽ അന്നാണ് ഞാൻ ഷൂട്ടിങ് ആദ്യം കാണുന്നത് സിനിമയുടെ. എനിക്കപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പിടുത്തമില്ല. എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്നു, ക്ലോസപ്പ് വരുമ്പോൾ നമ്മൾ അഭിനയിക്കാൻ പറയുന്നു, അവിടെ നിൽക്കുന്നു, ഇവിടെ നോക്കി പറയൂ, ഇവിടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യമല്ല. നാടകത്തിലാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ട്, ആളിനോട് സംസാരിക്കാൻ, ആൾ തിരിച്ച് സംസാരിക്കുമ്പം ആളിൻ്റെ സംസാരം കേട്ടിട്ട് നമുക്ക് കരണപ്രതികരണങ്ങൾ അപ്പോൾ തന്നെ ഉണ്ടാകും. ഇതൊന്നും ഇല്ലാതെ കൈവച്ചിട്ട് ഇങ്ങനെ പറയാമെന്നൊക്കെ പറഞ്ഞു എനിക്കതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ ആദ്യം എൻ്റെ മണിച്ചേട്ടൻ ഞാനില്ല. എനിക്ക് പിന്നെ അതിൻ്റെ ഒരു വലിയ ആവേശം തോന്നിയില്ല. അന്ന് നാടകം നീ പറഞ്ഞ നാടക സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കാണാൻ ആൾക്കാർ വരുന്നു. അതിനേക്കാളും കൂടുതലായിട്ടൊരു ഈ പറഞ്ഞ മാതിരി നടന്മാർക്കൊരു വിലയുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ അന്ന് എനിക്ക് വലിയ ആവേശം തോന്നിയില്ല. പിന്നെ അച്ഛനും പറഞ്ഞു, എന്നാ നീ അഭിനയിക്കണ, പിറ്റേ ദിവസം വെച്ചിരിക്കുകയാണത്. അപ്പോൾ അങ്ങനെയാണ് അതിനകത്ത് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അഭിനയിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ സിനിമയിൽ അഭിനയിക്കണം തോന്നി. ആ സിനിമയും മോശമായിരുന്നു. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പം ആണ് നമ്മുടെ CK സോമൻ എന്ന് പറഞ്ഞാൽ ചിത്രകാർത്തിക, അപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം എന്നോട് എപ്പോഴും കൂട്ടാ നീ സിനിമയിൽ അഭിനയിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, സോമൻ ചേട്ടാ അങ്ങനെ പറഞ്ഞാൽ സിനിമയിൽ നിനക്ക് അഭിനയിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. ആ സമയത്താണ് പിന്നെ ഈ കൊന്നനാട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചുപോയില്ലേ, അദ്ദേഹം ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് അതിനകത്ത് എന്നെ അതാണ് സുറുമയിട്ട കണ്ണുകൾ. അപ്പോൾ എനിക്കിങ്ങനെ എല്ലാവരും പറഞ്ഞൊക്കെ തന്നെ ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാം. പിന്നെ അതിനു മുമ്പ് എൻ്റെ ഫ്രണ്ട് രവി ആലമ്മൂട് എന്നൊരാളുണ്ടായിരുന്നു. പുള്ളി ഒരു സിനിമ പിടിക്കാൻ. അപ്പോഴും ഞാൻ രവിയോട് പറഞ്ഞു, രവി എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അങ്ങനത്തെ സിനിമ ഇതൊരു ആർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ട് കലയുടെ അങ്ങേയറ്റം സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഈ പറഞ്ഞാൽ നടന്നില്ല. അതിനൊരു 10-12 ദിവസം ഷൂട്ടിങ്ങിന് പോയിട്ട് വളരെ മോശമായിരുന്നു അവസ്ഥ. അപ്പോൾ അങ്ങനെ ഷൂട്ടിങ് നിന്നുപോയി. അപ്പോൾ എല്ലാവരും അറിഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നൊക്കെ. അപ്പോൾ ചെറിയ തോന്നല, ഒന്ന് അഭിനയിച്ചാലോ, ഒന്ന് അഭിനയിക്കണം സിനിമയിൽ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ സോമേട്ടാണ് അഭിനയിക്കാൻ വിളിക്കുന്നു. ആ പടം വളരെ മോശമായിപ്പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേശ്ശെ ആരെങ്കിലും വിളിക്കും, സിനിമ അഭിനയിക്കും. പിന്നെ അപ്പം നാടകത്തിൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ ഒരു 86-85 ന്യൂഡൽഹി, അതിന് ശേഷമാണ് അത് പടം ഹിറ്റായി. അതിന് ശേഷമാണ് ഒരു ഫുൾ ടൈം ഞാനൊരു സിനിമ നടനായത്. അതുവരെ പകരവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ വേഷങ്ങളും നാടകവും ഒക്കെ ആയിട്ടായിരുന്നു. നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്നു, വില്ലനായിട്ട് മമ്മൂട്ടി, നായകനായിട്ട് മമ്മൂട്ടി, വില്ലനായിട്ട് ഇപ്പം എന്നെ വിളിച്ചു നിൽക്കുക. ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് എന്ന് കരുതിക്കൊണ്ടായിരിക്കും ചിലപ്പം എന്നെ വിളിക്കുന്നത്. അതൊരു കച്ചവടത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ ഒരു കഥാപാത്രം ഇപ്പം മിക്ക സിനിമകളിലും അങ്ങനെയുണ്ട്. ഇപ്പം നമ്മളെ ഒരു കഥാപാത്രമായിട്ട് സെലക്ട് ചെയ്യുന്നത് മിക്കവാറും ഇപ്പോൾ ഒരു കോട്ടയംകാരൻ്റെ അച്ചായൻ, കുട്ടേട്ടനെ വിളിക്കുക എന്ന് പലരും പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഈ പണി പകുതി കഴിഞ്ഞു, അപ്പോൾ ഇയാളാണെങ്കിൽ വിശ്വസിക്കും പെട്ടെന്ന് ആൾക്കാർ. അതിന് വേണ്ടിയിട്ട് പ്രേക്ഷകനെ എൻ്റെ മനസ്സിലുള്ള ആ വിശ്വാസം വളരെ എളുപ്പം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ അവരെ ചിലപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ, പോലീസിൻ്റെ ആളാകും എന്നൊക്കെ പറയുന്നത് പ്രേക്ഷകൻ്റെ മനസ്സിലുണ്ട്, അവരെപ്പറ്റി സങ്കല്പമുണ്ട്. അത് നമ്മൾ ക്യാഷ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഒരു നടൻ എന്നുള്ള രീതി എനിക്ക് താല്പര്യം
അതിന് വിപരീതമായിട്ട് എന്നെ പറ്റിയുള്ള ധാരണയ്ക്ക് വിപരീതമായിട്ട് കഥാപാത്രം ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഞാൻ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു, ഈ പറഞ്ഞ ഒരുപാട് വ്യത്യസ്തമായ വേഷങ്ങൾ അഭിനയിച്ചു. ഇനി എൻ്റെ ആഗ്രഹം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മറ്റു കഥാപാത്രം ചെയ്യണമെന്ന്. ആ ചെയ്തതുപോലെ തന്നെ ചെയ്യുമ്പോൾ അത്ര വലിയ ത്രില്ലില്ല. പിന്നെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പണത്തിന് വേണ്ടിയിട്ട്. അഭിനയം എൻ്റെ പ്രൊഫഷനാക്കണം, ഇല്ല ഞാനിതേ അഭിനയിക്കുള്ളൂ, ഞാനിതേ ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. നമ്മളിത് പ്രൊഫഷനായിട്ട് ചെയ്യുമ്പം ഏത് വേഷവും അഭിനയിക്കും. അതാണ് എൻ്റെ ഒരു അവസ്ഥ. കാലം കുറയായി മുണ്ടക്കാർക്ക് സൗര്യക്കേടായിട്ട് നിൽക്കുന്ന മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന പടുമരം ഞാൻ ഇന്ന് കത്തിക്കും. അവനെ, കാർത്തികേയനെ, അവനെയാ ഞാനിവിടെ പ്രതീക്ഷിച്ചത്. അതിനാ കള്ളം പറഞ്ഞ് ശേഖരൻ മാമയെ കൊണ്ട് വിളിപ്പിച്ചത്. കൊല്ലാനാന്ന് മൂപ്പരോട് പറഞ്ഞിട്ടില്ല, ഒന്ന് നന്നായി പെരുമാറി വിടാൻ അത്രയും മൂപ്പരോട് പറഞ്ഞിട്ടുള്ളൂ. അവൻ വേണ്ട, അച്ഛൻ കത്തിപ്പോയി എന്ന് അവൻ അറിഞ്ഞാൽ അത് മതി അവൻ അടങ്ങാൻ, അവൻ ഒതുങ്ങാൻ. ഞങ്ങൾക്കൊരു 14 ഏക്കർ ഇതുണ്ടായിരുന്നു, നെൽകൃഷി ഉണ്ടായിരുന്നു കുമരകത്ത്. അത് വിറ്റിട്ടൊരു 5, 6, 7 വർഷമേ ആയുള്ളൂ. ഇപ്പം നോക്കാനൊന്നും പോകാൻ പറ്റാത്തതുണ്ട്. പക്ഷേ ഞാനിപ്പം തമിഴ്നാട്ടിൽ ഒരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ കൃഷിയുണ്ട്, മുരിങ്ങ, സപ്പോട്ട, നെല്ലി ഒക്കെ ഒരു ചെറിയ ഇടയ്ക്ക് ഇങ്ങോട്ട് പോകും. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. കൃഷിയോട് താല്പര്യമുണ്ട് എന്ന് വെച്ച് ഞാനിത് അങ്ങനെ അങ്ങ് പറയാറൊന്നുമില്ല ആരോടും. ഇപ്പം നിങ്ങൾ ഇങ്ങനെ സംസാര മധ്യേ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. താല്പര്യമുള്ള കാര്യമാണ്. വീട്ടിലാണെങ്കിൽ ഞാൻ ഒരു സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, മരമൊക്കെ വയ്ക്കും. ഇങ്ങനെ മരം വയ്ക്കേണ്ട ദിവസം പോയി മരം വയ്ക്കുകയും ഫോട്ടോ എടുക്കുകയല്ല. ഞാൻ വെച്ച മരങ്ങളൊക്കെ ഇപ്പോഴും വളർന്നിട്ടുണ്ട്. ഞാൻ വെച്ച തേക്ക് മരങ്ങൾ ഇപ്പോഴും ഒരു 10-25 വർഷം മുമ്പ് ഞാൻ വെച്ചതാണ്. അതൊക്കെ ഇങ്ങനെ പിന്നെ മാവ്, പ്ലാവ്, അങ്ങനെ ഒരുപാട് മരങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സ്ഥലമുണ്ട്, അവിടെ നിറയെ മരങ്ങളാണ്. ഞാനവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല, വേറെ കൃഷിയൊന്നും ചെയ്തിട്ടില്ല. മലയാള ജനിച്ചതെന്ന് പറഞ്ഞതല്ല, അതെൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്. അതിപ്പോഴെൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഫ്രണ്ട് പേജിലുണ്ട്. അച്ഛനും അമ്മയും ഞാൻ കൈക്കുഞ്ഞായിട്ടിരിക്കുന്നു. എൻ്റെ ചേച്ചി 3 വയസ്സുള്ള ചേച്ചി എൻ്റെ അടുത്തുണ്ട്. അതല്ലാതെ എനിക്ക് ജനിച്ചു എന്നല്ല ഒരു ഓർമ്മയില്ല. എൻ്റെ അച്ഛനപ്പൊക്കെ പറഞ്ഞതെന്ന് അറിയാതെ 6 മാസം മറ്റേ കഷ്ടിച്ചുണ്ടായിരുന്നല്ലോ അവിടെ. പക്ഷേ ഇപ്പോഴെൻ്റെ ആ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ ഈ മൊബൈലിലുള്ളത് എനിക്ക് വലിയ ഗുണമാണ്. ഇന്നെൻ്റെ ആ ഇങ്ങനെ മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ ഉള്ളതിന് ഈ ഫോട്ടോയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവും നീ ഇത്രയും ഉണ്ടായിരുന്നുള്ളടാ എന്നുള്ളൊരു തോന്നൽ എപ്പോഴും എന്നെ ഇങ്ങനെ നിലനിർത്തും. കുട്ടിക്കാലത്തൊന്നും എനിക്ക് ഭക്തിയില്ലായിരുന്നു. എന്നുവെച്ചാൽ ഭക്തി ഉണ്ടാകാനുള്ള സാഹചര്യം വീട്ടിലില്ലായിരുന്നു. വീട്ടിൽ നാമം ജപിക്കാറില്ല, വിളക്ക് കത്തിക്കാറില്ല. എന്നുവെച്ചാൽ അച്ഛനങ്ങനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അമ്മ ചെയ്യാറില്ലെന്നില്ല. പക്ഷേ അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ മരിച്ചു. എനിക്ക് അച്ഛനാണെങ്കിൽ എല്ലാം, പക്ഷേ എനിക്ക് അമ്മ വേറൊരു വലിയൊരു ശക്തിയായിരുന്നു. അമ്മ മരിച്ചതോടുകൂടി ഈ പറഞ്ഞ പോലെ എന്തോ ആ ഒരു എൻ്റെ ഒരു പിടിവള്ളി നഷ്ടപ്പെട്ട തോന്നൽ. എനിക്കൊന്നും ഒന്നും ഒരു ശക്തി കുറഞ്ഞ പോലെ, ഭയങ്കര ഒരു എവിടെയൊരു ഞാനൊരു ഏകനാണെന്നോ അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടായി എനിക്ക് ഭയങ്കരമായിട്ട്. ആ സമയത്ത് ഞാൻ മൂകാംബിയെ പോയിരുന്നു. എൻ്റെ ഫ്രണ്ടിനോട് പോയതാണ്. എനിക്ക് അമ്മ എന്നുള്ളൊരു ഫീൽ എൻ്റെ നഷ്ടബോധം കൊണ്ടുണ്ടായ, അച്ഛൻ പറയാറുണ്ട് ഭീരുക്കൾ ചാരുന്ന മതിലാണ് ദൈവം എന്ന്. ഞാൻ ഭീരുവാണ്, അതുകൊണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ ദൈവത്തിനെ പറ്റിയുള്ള ശരിക്കുള്ള സങ്കല്പമൊന്നും എനിക്കില്ല. ഞാൻ അതിനെപ്പറ്റി സങ്കല്പിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല, അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാറില്ല. എന്തോ ഒരു ശക്തി ഉണ്ടാവും, മനുഷ്യ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു ശക്തിയുണ്ട്. പക്ഷെ ഞാൻ മൂകാംബിയെ പോകുമ്പോൾ ഈ പറഞ്ഞ മാതിരി അമ്മയായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട് തോന്നുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു ഭയങ്കര സമാധാനം ഉണ്ടാവും. മകൻ സിനിമയിൽ അഭിനയിക്കുന്നതിന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഒന്നെനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം, ഇപ്പോൾ ഒരാൾ വന്നിട്ട് പെട്ടെന്ന് ഒരു സിനിമാ നടനാകുക, അങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് സിനിമയിലേക്ക് എത്താൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഇപ്പം തോന്നുന്നില്ല. ചിലപ്പോൾ അതിനൊരു ഭാഗ്യമുണ്ട്, ഭാഗ്യങ്ങളിങ്ങനെ അതിനെ ചുറ്റിപ്പറ്റിയിരിക്കും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഇങ്ങനെ പുതിയ കുട്ടികൾ. വന്നാൽ മാത്രം പോരാ, അവർക്ക് നല്ല റോളുകൾ കിട്ടണം. റോള് കിട്ടിയാൽ പോരാ, ആ സിനിമ നന്നായിട്ട് എടുക്കാൻ പറ്റുന്നൊരു ഡയറക്ടറായിരിക്കണം. എടുത്താൽ മാത്രം പോരാ, നന്നായിട്ട് റിലീസ് ചെയ്യണം. നന്നായിട്ട് റിലീസ് ചെയ്താലും പോരാ, ആൾക്കാർ കാണണം. ഫസ്റ്റ് ഡേ തന്നെ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാനുള്ളൊരു മാജിക്ക് അതുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ വരുള്ളൂ. അതിന് പറ്റുന്നൊരു സിനിമയായിരിക്കണം. അങ്ങനെയുള്ള സിനിമയിൽ അവൻ ഭാഗമാകണം. എങ്കിൽ മാത്രമേ ഒരു നടന്നുള്ള രീതിയിൽ അവനെ ആൾക്കാർ അറിയുകയുള്ളൂ. അവൻ അത്യാവശ്യം കഴിവുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നണം. ഞാൻ അച്ഛൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് അവനെ അഭിനയിക്കണം,
സിനിമ പുറത്തു വരണം, അത് ആൾക്കാർ കാണണം, എങ്കിൽ മാത്രമേ. അതൊക്കെ ഈ പറഞ്ഞ ഭാഗ്യം ഒരുപാട് ഇതിനകത്ത് സിനിമയിലുണ്ട്. അതൊരു എന്താ വെച്ചാൽ നമ്മൾ അഭിനയിക്കുന്ന സിനിമ ഫസ്റ്റ് ഡേ വന്നു, അന്ന് ഹർത്താൽ വന്നു, പിറ്റേ ദിവസം ഒരു മഴ വന്നു, വെള്ളപ്പൊക്കം വന്നു, തീർന്നില്ലേ? അങ്ങനെ ഒരുപാട് സിനിമയ്ക്ക് ബാധിച്ചിട്ടുണ്ട്. പല സിനിമകൾ, നല്ല സിനിമകൾ പല ഓടാത്തതുണ്ട്. ഇപ്പം നമ്മൾ ചാനലിലൊക്കെ വരുമ്പോൾ പറയും, അയ്യോ നല്ല സിനിമ എന്തുണ്ടോ ഓടിയില്ല, നന്നായിരുന്നല്ലോ എന്ന് പറയുന്ന സിനിമകളുണ്ട്. പിന്നെ അവൻ സിനിമാനായേ പറ്റുമെന്നൊന്നും എനിക്കില്ല. അവൻ നല്ല, എൻ്റെ ആഗ്രഹം എൻ്റെ മക്കൾ നല്ല വ്യക്തികളായിരിക്കണം. ഞാൻ അവൻ രണ്ടുപേരോടും പറഞ്ഞിട്ടുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ നല്ല വ്യക്തികളാകുക, സഹജീവികൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകാതെ നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അതിപ്പം നടനാവാം, ബിസിനസ്സുകാരനാവാം, എന്തും ആവാം, പ്രധാനം അതാണ്. മഞ്ജു വാര്യർ നടി, അവൾ ആദ്യം അഭിനയിക്കാൻ വന്നപ്പോൾ തന്നെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ആൾക്കാർക്ക് തോന്നിയിരുന്നു ആ കുട്ടിയിൽ എന്തോ ഒരു ഈ പ്രോഡിജി എന്നൊക്കെ പറയില്ലേ, ഒരു എടുത്തുചാട്ടം, അതുപോലെ കഴിവുള്ളൊരു കുട്ടിയാണ്. അപ്പം അങ്ങനെ തന്നെ മറ്റേ ആൾക്കാരുണ്ട്, അവർക്ക് അത് പറഞ്ഞ മാതിരി എക്സ്പീരിയൻസ് വേണമെന്നില്ല. ഇപ്പം പണ്ട് നമ്മൾ കുത്തുകൊണ്ട് മരിക്കുന്നു. നമ്മളിതിനു മുമ്പ് കുത്തുകൊണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ കുത്തുകൊണ്ട് വീഴുന്നതും കണ്ടിട്ടില്ല, എങ്കിലും കുത്തുകൊണ്ട് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നൊരു ഭാവന ചെയ്യാൻ പറ്റണം. പണ്ട് പ്രസിദ്ധയായ ഒരു നടിയോട് ചോദിച്ചു, ഒരു നടൻ അല്ലെങ്കിൽ നടിക്ക് എന്താണ് വേണ്ടത്? ഇപ്പം എല്ലാവരും പറയും നല്ല ശബ്ദം, നല്ല ആകാര സൗഷ്ഠവം. അപ്പോൾ ഈ നടിയോട് ചോദിച്ചു, എന്താണ് ഒരു നടിക്ക് അല്ലെങ്കിൽ നടന് വേണ്ടത് പ്രധാനമായിട്ട്? അപ്പോൾ അവരാലോചിച്ചിട്ട് പറഞ്ഞു, 3 കാര്യങ്ങൾ വേണം. 1 ഇമാജിനേഷൻ, 2 ഇമാജിനേഷൻ, 3 ഇമാജിനേഷൻ. ഭാവന മാത്രം മതി ഒരു നടനാവാൻ. ഇപ്പം കുതിരവട്ടം പപ്പു എന്ന് പറയുന്ന നടൻ, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നടന്മാരിൽ ഒരാൾ പപ്പുവേട്ടനാണ്. അതങ്ങൾക്ക് നല്ല ശരീരത്തിൻ്റെ അത്ര വലിയ ഭംഗിയുള്ള ശരീരമല്ല, അത്ര വലിയ നിറമില്ല, ശബ്ദമാണ് വൃത്തികെട്ട ശബ്ദം, ഹേയ് എന്നൊക്കെ പറഞ്ഞത് വല്ലാത്തൊരു ശബ്ദമാണ് അങ്ങനെ കണ്ണ് നോട്ടത്തിന് ചെറിയ പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ മൊത്തത്തിൽ അങ്ങനെ ബോഡി ലാംഗ്വേജ്, അങ്ങേര് എത്ര വ്യത്യസ്തമായ റോളുകൾ അഭിനയിക്കുന്നത്. ഞാൻ പപ്പുവേട്ടൻ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. നാടകം വെച്ചാൽ ഈ ചെറിയ സ്കിറ്റ് പോലെ പണ്ടത്തെ കാലത്തുണ്ട്, ഈ തമ്മിൽ പറയും, നീ അച്ഛൻ, നീ മകൻ, നീ എൻ്റെ കല്യാണ ദല്ലാൾ, കല്യാണം ആലോചിച്ച് വീട്ടിൽ വരികയാണ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവിടുത്തെ ഒരു സംഭാഷണം. ഒരു ഹിലേറിയസ് കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ അന്തം വിട്ട് ചിരിച്ചു. ഇങ്ങനെ വിലങ്ങിയിട്ടുണ്ട് ചിരിച്ചിട്ട്. അത് അന്നേരം സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ ഏത് ഗുണമാണുള്ളത്? ഭാവന മാത്രം മതി. ഭാവനാസമ്പന്നനായ ഒരാൾക്ക് എന്തും ആകാൻ പറ്റും. നമുക്ക് ഹിറ്റ്ലറായിട്ട് അഭിനയിക്കാം, ഇവിടുത്തെ തെണ്ടിയായിട്ട് അഭിനയിക്കാൻ പറ്റും, എന്തും മഹാരാജാവായിട്ട് അഭിനയിക്കാം. അതല്ലേ നടനായുള്ള ഗുണം. ഒരു ജന്മത്തിൽ മുമ്പേ പറഞ്ഞ ഭാഗ്യങ്ങളിൽ വന്നതാണ്. ഒരു ജന്മത്തിൽ തന്നെ എന്തെല്ലാം ആവാം. കള്ളനാകാം, പോലീസാകാം, രാജാവാകാം, ഭൃത്യനാകാം, പ്രജയാകാം, മന്ത്രിയാകാം, ആരെയും തല്ലാം, കൊല്ലാം, ബലാത്സംഗം ചെയ്യാം. ഒരിക്കലും നമുക്ക് പറ്റാത്ത കാര്യമാണ്. ഇതൊക്കെ സിനിമയിൽ ചെയ്യാം, അല്ല എന്നൊരു നടന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ജീവിതത്തിൽ എന്തെല്ലാം ജീവിതങ്ങൾ നമുക്ക് ജീവിക്കാൻ പറ്റും. അതൊരു വലിയ ഭാഗ്യമല്ലേ. എൻ്റെ ജീവിതത്തിൽ ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് ഒരു 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 സെൻറ്റിമീറ്റർ പോലും എനിക്ക് നഷ്ടങ്ങളുണ്ടായിട്ടില്ല. ജീവിതം തന്നെ വലിയ ലാഭം. ഏറ്റവും വലിയ ലാഭം എന്ന് പറഞ്ഞാൽ പെൺപിള്ളയുടെ മകനായിട്ട് ജനിച്ചു എന്നുള്ളതാണ്. ഇത്രയും വലിയ മനുഷ്യൻ്റെ മകനായിട്ട് ജനിക്കാൻ പറ്റി, അത് വലിയ ലാഭമല്ലേ. ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ടായി, ഒരുപാട്. അത് ലാഭമല്ലേ. എനിക്ക് 2 ആൺകുട്ടികൾ. അത് 2 പേരും ഈ പറഞ്ഞ മാതിരി വലിയ കുഴപ്പമൊന്നുമില്ലാതെ, ഈ പറഞ്ഞ നല്ലൊരു എന്താ വെച്ചാൽ ഈ അംഗവൈകല്യമൊന്നുമില്ലാതെ ഒരു ബുദ്ധിയുള്ള വലിയ കുഴപ്പമില്ലാത്ത മക്കളെ ഉണ്ടാകുന്നത് ഭയങ്കര ഭാഗ്യമല്ലേ. മൂത്ത മകൻ കല്യാണം കഴിച്ചു. അവൻ നല്ല ബുദ്ധിയുള്ള പെണ്ണ്, അവൾ ഡോക്ടറാണ്. അവൾക്ക് കൊച്ചു മോനുണ്ട് ഇപ്പം എനിക്ക്, അവനും ബുദ്ധിയുള്ള കൊച്ച്. അപ്പോൾ അവൻ 2 വയസ്സേ ഉള്ളൂ, അവളുടേതായ ബുദ്ധിയുണ്ട് അവന്. പിന്നെ എൻ്റെ ഭാര്യ, എന്നെ ശല്യപ്പെടുത്താത്ത, ഇന്നുവരെ എന്നെ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കാത്ത ഭാര്യ. അത് ലാഭമല്ലേ. ലാഭങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പം മാത്രം ഞാൻ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ എൻ്റെ സഹജീവികൾ എന്നെ തിരിച്ചറിയുന്നു, എവിടെ ചെന്നാലും തിരിച്ചറിയുന്നു, എല്ലാവർക്കും എന്നോടൊരു ഇഷ്ടം തോന്നുന്നു. അത് ലാഭമല്ലേ. ഇതിക്കുള്ള എന്തുവാണ്, 10 ജന്മം കഴിഞ്ഞാലും എനിക്ക് ഈ ഒരു ജന്മം തന്നെ മതി. അതായത് ഈ ജന്മത്തിൽ ഞാൻ എന്തായിരുന്നോ, നടനോ പെൺപിള്ളയുടെ മകനോ, അതൊക്കെ തന്നെ ആയിരുന്നാൽ മതി 10 ജന്മത്തിലും. അത്രമാത്രം ഞാൻ സന്തുഷ്ടനാണ്. ഈ ജീവിതം എനിക്ക് ലാഭങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ, ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല.